269 പേരുടെ ജീവനെടുത്ത ദുരന്തം എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ സീരീസിലെ ആ സീരീസിലുള്ള ഫ്ലൈറ്റുകളിൽ വെച്ചിട്ട് ഇത് ആദ്യത്തെ അപകടമാണ്. വിജയകരമായിട്ട് 8000-ഓളം ഫ്ലൈറ്റുകൾ കംപ്ലീറ്റ് ചെയ്ത പ്ലെയിൻ ആണ് ഇന്നലെ അഹമ്മദാബാദിൽ ക്രാഷ് ആയത്. ഈ പ്ലെയിനിലെ പാസഞ്ചർ സീറ്റിലുള്ള വർക്ക് ആകാത്ത റിമോട്ടും ഇന്റീരിയറിലെ ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ്, പാസഞ്ചേഴ്സിന്റെ വീഡിയോസ് വൈറലായിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം വെച്ചിട്ട് പ്ലെയിൻ സേഫ് അല്ല, അല്ലെങ്കിൽ നല്ല കണ്ടീഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഫ്ലൈറ്റിന് മുമ്പും പൈലറ്റ്സ് പ്രീ ഫ്ലൈറ്റ് ചെക്കുകൾ നടത്തും. 30ഓളം വരുന്ന ഈ ചെക്കുകളിൽ ഹൈഡ്രോളിക് പ്രഷർ മുതൽ നാവിഗേഷൻ സിസ്റ്റംസ്, അതുപോലെ തന്നെ ബട്ടൺസ്, സെൻസറുകൾ എല്ലാം തന്നെ ചെക്ക് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. പക്ഷെ എന്തായിരിക്കാം ഫെയിൽ ആയത്? റിപ്പോർട്ടുകൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ്, 625 അടി ഉയരത്തിലേക്ക് പോകുന്ന പ്ലെയിൻ അവിടെ നിന്ന് പെട്ടെന്നുള്ള വീഴ്ചയായിരുന്നു. എഞ്ചിൻ ത്രസ്റ്റ് കിട്ടാതെ ഫെയിൽ ആയതാകാം. പക്ഷേ ബ്ലാക്ക് ബോക്സിൽ വിവരങ്ങൾ മനസ്സിലാക്കിയാലേ മാക്സിമം വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഉത്തരം കിട്ടുകയുള്ളൂ. ബ്ലാക്ക് ബോക്സിൽ 2 പാർട്ടുകളുണ്ട്. ഒരു പാർട്ടിൽ കോക്പിറ്റിലെ വോയിസ് റെക്കോർഡിംഗ് ആയിരിക്കും മെയിൻ ആയിട്ട്. അതായത് ഇപ്പോഴത്തെ പുതിയ ബ്ലാക്ക് ബോക്സുകളിലെല്ലാം 2 മണിക്കൂറോളം നീണ്ട പൈലറ്റ് കോ പൈലറ്റ് കോൺവെർസേഷൻ, റേഡിയോ കോള്, കോക്പിറ്റ് സൗണ്ട്, അലാംസ്, എഞ്ചിൻ നോയ്സ്, വാണിങ്ങുകൾ, ഇങ്ങനെ എല്ലാം കിട്ടും. ബ്ലാക്ക് ബോക്സിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എയർക്രാഫ്റ്റിന്റെ ഓരോ സെക്കൻഡിലും ഉണ്ടായ കാര്യങ്ങൾ, അതായത് എഞ്ചിൻ ഫെയിൽ ആയതാണോ തുടങ്ങിയ ഇൻഫർമേഷൻസ് ലഭിക്കും. ടാറ്റയുടെ കീഴിലുള്ള എയർ ഇന്ത്യയുടെ ഈ സീരീസിലുള്ള 20ഓളം പ്ലെയിനുകളെല്ലാം തന്നെ സൂക്ഷ്മ പരിശോധനയിലാണ്. ഇനി ഇൻവെസ്റ്റിഗേഷന് കാത്തു നിൽക്കാതെ എന്താണ് സംഭവിച്ചത് എന്നറിയാനായിട്ട്, അത് പറഞ്ഞു തരാനായിട്ട് ഒരാളെ ജീവിച്ചിരിക്കുള്ളൂ. അത് വിശ്വാസ് കുമാർ രമേഷ് മാത്രമാണ്. വിമാനം ബിൽഡിംഗിൽ ഇടിച്ചതിന്റെ മറുഭാഗത്ത് എമർജൻസി എക്സിറ്റിൽ ഗ്രൗണ്ടിനോട് ചേർന്നായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാനായത് എന്നാണ് പറയുന്നത്. പ്ലെയിനുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സേഫ്റ്റി ഗ്രൂപ്പുകൾ പോലെയാണ്. എഞ്ചിന് ബാക്കപ്പ് ഉണ്ടാകും, പവർ സപ്ലൈക്ക് ബാക്കപ്പ് ഉണ്ടാകും, ഹൈഡ്രോളിക് സിസ്റ്റത്തിനും നാവിഗേഷനും എല്ലാത്തിനും ബാക്കപ്പ് ഉണ്ടാകും. ഒരൊറ്റ പ്രോബ്ലം കൊണ്ട് മാത്രം പ്ലെയിൻ ക്രാഷ് സംഭവിക്കില്ല. ഒന്നിലധികം സംഭവങ്ങളിൽ ഒരേ സമയം തെറ്റി സംഭവിച്ചാലേ ഇതുപോലൊരു ക്രാഷ് ഉണ്ടാവുള്ളൂ.